നമസ്കാരം. ഇന്ത്യൻ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ, അതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച് ജീവൻ വെടിഞ്ഞ മുസ്ലിം സഹോദരങ്ങളുടെ, അവർ മാത്രമല്ല ജീവൻ വെടിഞ്ഞത്, ഇവിടെ മുസ്ലിം വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവരെ ഫോക്കസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. അത്തരത്തിൽ ആ മുസ്ലിങ്ങളുടെ പരമ്പര ഇന്ന് ഇവിടെ താമസിക്കുന്ന രാജ്യസ്നേഹികളായ മുസ്ലിം വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു പോസ്റ്റ് ഞാനിവിടെ കാണിക്കാം. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതില് ഒരു ബാബരി തകർത്തു, അവരുടെ സമുദായം ഇനി ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല. രണ്ടാമത്തെ പാരഗ്രാഫില് പക്ഷേ 3 ലക്ഷം ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു, 10,000 ആശ്രമങ്ങൾ നശിപ്പിക്കപ്പെട്ടു, 10 കോടി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു, 500 സർവകലാശാലകൾ കത്തിച്ചു, 800 വർഷത്തെ നാശം. എന്നിട്ടും ഇന്നും ഭീരുക്കളും അത്യാഗ്രഹികളും മതേതരമായ ഹിന്ദുക്കളിൽ 40% ഇപ്പോഴും ഇസ്ലാമിക് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. ഈ പോസ്റ്റ് മുസ്ലിം വിരോധം വളർത്തി മുസ്ലിം വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആരും ശ്രമിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. 2 രീതിയിലാണ് ഇത് വരുന്നത്. ഒന്ന്, പൊളിറ്റിക്കലി ഹൈന്ദവ വിശ്വാസ വികാരത്തെ ഇളക്കി വിട്ടുകൊണ്ട് വർഗീയമായി ഇന്ത്യൻ മനുഷ്യരെ വേർതിരിച്ചുകൊണ്ട് BJP, സംഘപരിവാർ, RSS ആ മേഖലയിലേക്ക് വോട്ട് കൊണ്ട് ചെല്ലുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ BJP, സംഘപരിവാർ, RSS മേഖലകൾ മുസ്ലിം വിരോധിയാണോ? ആണ് എന്ന് ചില വിഭാഗങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന 3 വിഭാഗങ്ങളും മുസ്ലിങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ RSSന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി മുസ്ലിങ്ങളുണ്ട്. അതുപോലെ BJPയിൽ മൈനോറിറ്റി മോർച്ച എന്നൊരു വിഭാഗം തന്നെ ഉണ്ട്. അതിൽ മുസ്ലിം വിഭാഗത്തെ ലക്ഷക്കണക്കിന് പേർ അതിൽ അംഗങ്ങളായുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിങ്ങളെ അവഗണിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഭാഗമാണ് BJP, സംഘപരിവാർ, RSS എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? അപ്പോൾ അതിന്റെ പിന്നിലുള്ള ഗൂഢ ഉദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് ആദ്യ വാചകം നോക്കൂ. ഒരു ബാബരി തകർത്തു, അവരുടെ സമുദായം ഇനി ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന്. ഇത് തികച്ചും തെറ്റാണ്. 2023 UPയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് BJPയുടെ ചിഹ്നത്തില് 50-ലധികം മുസ്ലിങ്ങള് വിജയിച്ചിരുന്നു എന്നാണ്. BJPയുടെ ചിഹ്നത്തിൽ, താമര ചിഹ്നത്തിൽ അവിടെ മത്സരിച്ച് വിജയിച്ച 50-ലധികം പേർ മുസ്ലിം നാമധാരികളാണ്, മുസ്ലിങ്ങളായിരുന്നു എന്നാണ്. അതിനർത്ഥം നമ്മൾ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് മലയാളത്തിൽ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന്. അതായത് പ്രാദേശിക തലത്തിൽ BJPക്ക് മുസ്ലിം പ്രാതിനിധ്യമുണ്ട്, ആ പ്രാതിനിധികളെ മത്സരിപ്പിക്കുന്നുണ്ട്, അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്നിട്ടും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ ഹിന്ദു മുസ്ലിം വിഭാഗീയത വേണം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ ആക്കി തീർത്തു നമ്മുടെ മുൻ ഭരണാധികാരികൾ എന്നതാണ് വസ്തുത. അതിലെല്ലാവരും പെടും, ആരെയും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് അത് കൂടുതൽ വ്യക്തമായി നമ്മൾ അറിയുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇതേ BJPക്കും RSSനും അല്ലെങ്കിൽ സംഘപരിവാറിനും ഒക്കെ മുസ്ലിം വിരുദ്ധ അജണ്ട ഉണ്ട് എന്നാണ് അവരുടെ ഇന്റേണൽ രാഷ്ട്രീയം നോക്കിയാൽ മനസ്സിലാകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആകെ മത്സരിച്ചത് ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അത് മലപ്പുറത്തെ ഡോക്ടർ അബ്ദുൽ സലാമാണ്, പഴയ കാലിക്കറ്റ് VC. അദ്ദേഹം 8 നിലയിൽ പൊട്ടി. കാരണം മലപ്പുറം മണ്ഡലത്തില് ഒരു കാരണവശാലും വിജയിക്കുമെന്ന് കരുതേണ്ടതില്ല. മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ കോട്ടയാണ്. അവിടെ ആര് നിന്നിട്ടും കാര്യമില്ല, ജയിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മത്സരിപ്പിച്ചു, തോറ്റു. ഇനി ഇന്നലെ റിസൾട്ട് അറിഞ്ഞിട്ടുള്ള, ഇന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും BJP എവിടെയും നിർത്തിയില്ല. ജയിക്കില്ല എന്നുറപ്പുള്ള സ്ഥാനത്ത് പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ നമ്മുടെ കേരളത്തിലെ BJP നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ തയ്യാറായില്ല എന്ന് ചിന്തിക്കുമ്പോൾ, സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കാൻ മുസ്ലിങ്ങൾ വേണ്ട എന്ന് അവർ അജണ്ട വെച്ചിട്ടുള്ളത് പോലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുമായി പലരും വരുന്നത്. എന്നാൽ ഇതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രചരണം ചെറുതായിട്ടൊന്നുമല്ല പ്രചരിപ്പിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമോ ചരിത്രത്തിന്റെ പിൻബലമോ ഉണ്ടോ? രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. പക്ഷേ 3 ലക്ഷം ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു, 10,000 ആശ്രമങ്ങൾ നശിപ്പിക്കപ്പെട്ടു, 10 കോടി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു, 500 സർവകലാശാലകൾ കത്തിച്ചു, 800 വർഷത്തെ നാശം. ഇവിടെ പറയുന്നത് മുഗളന്മാരും മറ്റുള്ളവരുമായി ഇവിടെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള 800 വർഷം ഭരിച്ചിട്ടുള്ള മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിൽ ഇത്രയധികം നാശനഷ്ടം വരുത്തി എന്നാണ്. ശുദ്ധ അസംബന്ധവും പച്ച നുണയുമാണ് പ്രചരിപ്പിക്കുന്നത്. അവർ ഭരണകർത്താക്കളായി ഉണ്ടായിരുന്ന കാലത്ത് അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക വിശ്വാസ തലത്തിൽ
പലതും സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്നും സംഭവിക്കുന്നുണ്ട്. 3 ലക്ഷം ക്ഷേത്രങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത്. ഈ 3 ലക്ഷം ക്ഷേത്രങ്ങളിൽ ബാബരി ഏതോ ഒരു ക്ഷേത്രം തകർത്തു എന്നതാണ് തുടക്കം. ബാബരി മസ്ജിദ് തകർത്തത് കൊണ്ട് മുസ്ലിങ്ങൾ 40% കോൺഗ്രസിനോട് ഒട്ടി നിൽക്കുന്നു. അവർ ഉദ്ദേശിക്കുന്നത് ഏത് പാർട്ടിയിലായാലും അങ്ങോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ആശയത്തിലേക്ക് വരുന്നില്ല എന്നതാണ് അവരിവിടെ പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ 3 ലക്ഷം ക്ഷേത്രങ്ങൾ തകർത്തു എന്ന് പറയുന്നത് ശരിയാണോ? 10,000 ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ തകർത്തു എന്ന് പറയുന്നത് ഏകദേശം 80ഓളം ക്ഷേത്രങ്ങൾ തകർത്തതായി റിച്ചാർഡ് ഈറ്റന്റെ പഠനമനുസരിച്ച് മധ്യകാലഘട്ടത്തിൽ തകർക്കപ്പെട്ടതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്തരം ക്ഷേത്രങ്ങൾ 80 തകർക്കപ്പെട്ടത് എങ്ങനെ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളത് കണക്ക് കൂട്ടരുത്. ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, അങ്ങനെ ആരാധനാലയങ്ങളുടെ ഒരു നിര തന്നെ നമുക്കിവിടെ ഉണ്ട്. പക്ഷെ മധ്യകാലഘട്ടത്തിൽ അതല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടാവൂ. പ്രത്യേകിച്ച് ജൈന ക്ഷേത്രങ്ങളെ കൂടുതൽ ഉണ്ടാവൂ. ഈ ജൈന ക്ഷേത്രങ്ങളാണ് പിന്നീട് ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അവർ ക്ഷയിച്ചു പോയപ്പോൾ ആ ക്ഷേത്രങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങളായി വിശ്വാസത്തിൽ ഒരു ഏകതാഭാവം ഉള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ മാറിയത്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഇപ്പൊ യൂറോപ്പിലൊക്കെ പല പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികളും വിൽക്കുന്നതായി, ഉപയോഗിക്കാൻ ആളില്ലാത്തതുകൊണ്ട് വിൽക്കുന്നതായി വാർത്തകൾ കേൾക്കുന്നു. ഇത് പല കാലഘട്ടത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അത് വിറ്റൊഴിവാക്കും. അതൊരു പക്ഷേ മറ്റൊരു വിഭാഗം അത് ഏറ്റെടുത്തുകൊണ്ട് അവർ ഒന്നുകിൽ ആരാധനാലയമാക്കും, അല്ലെങ്കിൽ ബാറുകളോ ഹോട്ടലുകളോ ഒക്കെ ആക്കും. അത്തരത്തിലൊക്കെ പല സംരംഭങ്ങളും നമുക്ക് വിദേശത്ത് കാണാൻ കഴിയും. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞ് ആ കെട്ടിടം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചരിത്രത്തിൽ അന്ന് ആ ഒരു വിഭാഗത്തെ, അന്നുണ്ടായിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തെ അടിച്ചമർത്തി അവരെ കൊന്നൊടുക്കി അതിനുശേഷം ആ ഒരു വിഭാഗം അത് കൈയടക്കിയതാണ് എന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? മധ്യകാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പല ബിൽഡിങ്ങുകളും, പഴയ ബിൽഡിങ്ങുകളെല്ലാം, ബാബറി മസ്ജിദ് അടക്കമുള്ള പല കെട്ടിടങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പല കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് കാണാൻ പറ്റും. ഉപയോഗിക്കാൻ ആളില്ലാതെ, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ആളില്ലാതെ നശിച്ചു പോകുന്ന ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മന്ദിരങ്ങൾ കെട്ടിപ്പൊക്കും. അങ്ങനെ കെട്ടിപ്പൊക്കുന്ന മന്ദിരങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും മതത്തിന്റെയോ അല്ലാത്തതോ ഒക്കെ ആകാം. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ പണ്ടത്തെ അത് പൊളിച്ചു കഴിഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അന്നത്തെ തലമുറക്കാർ തമ്മിലടിക്കല്ലാതെ, അല്ലെങ്കിൽ തമ്മിലടിച്ച് ചാകുകയല്ലാതെ മറ്റൊരു പരിഹാരം ഉണ്ടാവില്ല. ഇതിന്റെ വസ്തുതകളാകട്ടെ ആർക്കും അറിയത്തുമില്ല. ഏതായാലും ആ ചരിത്രകാലത്ത് മധ്യകാലഘട്ടത്തിൽ ഏതാണ്ട് 80 ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ 3 ലക്ഷം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന് പറയുന്നത് അതിശയോക്തിയാണ്. അത് ഇക്കാലത്ത് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് മറ്റു വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാനാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവരുടെ സാഹോദര്യത്വ ബോധത്തെയും ഏകബോധത്തെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തുമ്പില്ലാതാക്കാനാണ്. 3 ലക്ഷം ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം 10,000-ഓളം ആശ്രമങ്ങൾ കൂടി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കത്തിക്കപ്പെട്ടിട്ടുണ്ട്, തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അടിസ്ഥാനപരമായ യാതൊരു വസ്തുതയും ഇല്ലാത്തതാണ്, ഒരു രേഖയും ഇല്ലാത്തതാണ്. ഇത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ പച്ച നുണയാണ്. ഏറ്റവും വലിയ അപകടം മുസ്ലിം വിഭാഗത്തിന്മേൽ കെട്ടിവെക്കുന്ന ഈ പോസ്റ്റ് കെട്ടിവെക്കുന്നത്, ഇത് പല കഥകളായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വേണമോ വേണ്ടെന്ന് കുറെ ആലോചിച്ചത് ഇതേക്കുറിച്ച് പറയണമെന്നുള്ളത്. ഇത് അറിഞ്ഞിരിക്കണം. ആധുനിക കാലത്തെ, നമ്മുടെ ഈ കാലത്തെ ഹിന്ദു സഹോദരങ്ങൾ ഒരുപക്ഷെ ഇത് കേട്ടിട്ട് ഇതൊക്കെ സത്യമാണ്, പണ്ട് മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കിയെന്ന് വിശ്വസിച്ചു പോയാൽ അവരുടെ മനസ്സിൽ അത് ഉറച്ചുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞു പോയാൽ ദേശദ്രോഹിയാകുന്ന ഈ കാലത്ത് ഇത് പറയാതിരുന്നാലാണ് ദേശദ്രോഹിയാകുന്നത് എന്ന് തിരിച്ചറിവാണ് ഇങ്ങനെ പറയിക്കുന്നത്. 10 കോടി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലെ? മധ്യകാലഘട്ടത്തിൽ. ഇവിടെ മുഗളന്മാർ ഇവിടെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് 10 കോടി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ആ കാലഘട്ടത്തിൽ, ഇത് 2026 ഇന്നത്തെ കാലത്ത് വെറും 145 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ അന്ന് ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന ആ പ്രദേശം, പാകിസ്ഥാൻ എന്നില്ല, ഇന്ത്യ എന്നില്ല, നമ്മുടെ ഭാരതദേശം, ആ ഭാരതദേശം ഒന്നാകെ 10 കോടിയിൽ താഴെ ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കണം. ആകെ 10 കോടി. അതില് ഈ പറയുന്ന മുഗളന്മാരും ഇനി വേറെ ഏതെങ്കിലും ജാതിക്കാരുണ്ടെങ്കിൽ അതും, ജൈനന്മാരും ബുദ്ധന്മാരും ഹിന്ദുക്കളും എല്ലാം വരും. കുറച്ച് മുസ്ലിങ്ങളും എന്തായാലും വരും, കാര്യം മുഗളന്മാരാണല്ലോ ഭരിക്കുന്നത്. പിന്നെ ആ മുസ്ലിം നാമധാരികളായിട്ടുള്ള മതമില്ലാത്ത വേറെ മതമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ മുസ്ലിങ്ങളായിട്ടാണ് ഇവർ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് മൊത്തത്തിൽ എടുത്താൽ വെറും 10 കോടിയിൽ താഴെ മാത്രമായിരുന്നു നമ്മുടെ ജനസംഖ്യ എന്ന് പറയുമ്പോഴാണ് അക്കാലത്ത് 10 കോടി ഹിന്ദുക്കളെ കൊന്നൊടുക്കി എന്ന് പറയുന്നത്. ഈ കഥ കേൾക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്നവർ
ഇന്നത്തെ സംഖ്യ വെച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നത്. 145 കോടി ജനങ്ങളുണ്ടല്ലോ, ആ 145 കോടി ജനങ്ങളിൽ 10 കോടിയെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അന്ന് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഭാരതത്തിലുള്ള 10 കോടി പേരെ ഇവിടുത്തെ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആരും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല എന്നുകൂടി ചിന്തിക്കണം. ലോകത്ത് ധാരാളം കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടക്കൊലകൾ ഇത്രയും ഭീമമായ ലക്ഷക്കണക്കിന് പേർ കൊന്നത് നമുക്കറിയാം. ഹിറ്റ്ലറുടെയൊക്കെ കാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പക്ഷെ 10 കോടി പേരെ കൊന്നൊടുക്കിയ ഒരു ചരിത്രവും എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ ബാബറിന്റെയും അക്ബറിന്റെയും അല്ലെങ്കിൽ അതുപോലെ ജഹാംഗീറിന്റെയും ഒക്കെ കാലത്തെ കാര്യമാണല്ലോ പറയുന്നത്. 800 വർഷത്തിനുള്ളിലുള്ള ഒരു കഥയാണല്ലോ പറയുന്നത്. ആ 800 വർഷത്തെ ചരിത്രം എന്തായാലും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ആ ചരിത്രം പഠിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുള്ള, പറയപ്പെട്ടിട്ടുള്ള, ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രത്തിലും ഒരു ഹിന്ദുവിനെ പോലും അത്തരത്തിൽ കൊന്നതായി എവിടെയും കാണാൻ കഴിയില്ല. പക്ഷെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം പല കുറ്റകൃത്യത്തിലോ, അല്ലെങ്കിൽ അതുപോലെ അന്നത്തെ രാജഭരണമാണല്ലോ, രാജ്യദ്രോഹമോ അല്ലെങ്കിൽ രാജ കൽപ്പന അനുസരിക്കാത്തതിനോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഒക്കെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. അതിലിപ്പോ ഹിന്ദു തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അതിലേത് മതസ്ഥരും ഉണ്ടാകാം. ഇന്നത്തെ പോലെ ജാതി മത വെറി അന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നത് തന്നെ പ്രയാസമാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് മുസ്ലിം ഭരണാധികാരായിട്ടുള്ള പലരുടെയും, അവരുടെ പ്രധാനമന്ത്രി മുതൽ അവരുടെ പ്രധാന സൈന്യാധിപൻ മുതൽ രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ടുള്ള മറ്റു പലരും മുതൽ മുഴുവൻ ആൾക്കാരും മറ്റു മതസ്ഥരായിരുന്നു എന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള മതപരിയോ ജാതിപരിയോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നിയമനം തന്നെ നടക്കില്ല. ആ കാലഘട്ടത്തിലാണ് 10 കോടി പേർ കൊല്ലപ്പെട്ടു എന്ന് നുണ പ്രചരിപ്പിക്കുന്നത്. ആ വാചകങ്ങൾ അവസാനിക്കുന്നത് 500 സർവകലാശാലകൾ കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നളന്ദ, തക്ഷശില, വിക്രമശില, ഇങ്ങനെ ഏതാനും സർവകലാശാലകൾ കത്തിച്ച ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗങ്ങൾ ഇന്ന് നമുക്ക് കാണുകയും ചെയ്യാം. സത്യമായിരിക്കണം അത്. പക്ഷെ അതൊക്കെ എന്തിന്റെ പേരിലായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയതാ. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും, വിവരക്കേടായിരിക്കാം, അതുപോലെ മറ്റെന്തെങ്കിലും ആയിരിക്കാം. കാരണം എല്ലാവരും വിവരമുള്ളവരൊന്നുമല്ല. ഇപ്പൊ ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതിലെല്ലാം മതവും ജാതിയും നോക്കിയിട്ടൊന്നുമല്ല. തോന്നിയാസങ്ങൾ ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്. ഈ 2026 കഴിഞ്ഞ മാസം നടന്നത് നമുക്കറിയാമല്ലോ, ഇറാനിൽ നടന്നത്. എത്ര സർവകലാശാലകളാണ് അമേരിക്ക ബോംബിട്ട് തകർത്തത്, എത്ര സ്കൂളുകളാണ് തകർത്തത്. ഒരു സ്കൂളിൽ വീണിട്ട് 100-200 കുട്ടികൾ വെന്ത് കരിഞ്ഞത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിലും അത് നടക്കുന്നുണ്ട്. അത് ജാതിയുടെ, മതത്തിന്റെയോ മറ്റേതെങ്കിലും വെറിയുടെ പേരിലാണോ? അപ്പൊ അമേരിക്കയ്ക്ക് മുസ്ലിങ്ങളെ കണ്ടുകൂടാത്തോണ്ടാണോ? ഇവിടെ മുസ്ലിങ്ങളെ കണ്ടുകൂടത്താണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? ഇറാന്റെ പക്കൽ കുറച്ച് യുറേനിയം ഉണ്ട്, അതുപോലെ ഇറാന്റെ പക്കൽ കുറച്ച് എണ്ണയുണ്ട്. ഇത് രണ്ടും അമേരിക്കയ്ക്ക് വേണം. അതാണ് ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഈ അടിയടിക്കുന്നത് മുഴുവൻ. എന്നതുപോലെ അന്നും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ഇന്നത്തെ മുസ്ലിം സമാധാനം പറയണം, അല്ലെങ്കിൽ ഇന്നത്തെ മുസ്ലിമിന്റെ രക്തം കൊണ്ട് മാത്രമേ ഞങ്ങൾ സമാധാനം പറയൂ എന്ന് തോന്നുന്ന വിധത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച, ഏറ്റവും കൂടുതൽ ജനം കൊല്ലപ്പെട്ട ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഇന്നത്തെ തലമുറയോടാണ് നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദേശസ്നേഹം, രാജ്യസ്നേഹം എന്നതാണ് വലുത്. അതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ദേശത്തെ വളർത്തേണ്ടത്. ഇത് രാജ്യത്തെ തകർക്കലാണ്. രാജ്യത്ത് അധിവസിക്കുന്ന ഇതര മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട്, അവരെ തമ്മിൽ കലഹിപ്പിച്ചുകൊണ്ട്, അവരുടെ ചോര ചിന്തിക്കൊണ്ട് ഒരിക്കലും ഇന്ത്യയിൽ സമാധാനം വരുമെന്ന് കരുതാൻ വയ്യ. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന, ഹിന്ദുവും മുസൽമാനും അടങ്ങുന്ന മുഴുവൻ പേരും ഇന്ത്യക്കാരാണ്. അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഹിന്ദുവിനെ മുസൽമാനെ തമ്മിലടിപ്പിച്ച് മുസ്ലിമിനെ മുഴുവൻ കശാപ്പ് ചെയ്യാൻ കോപ്പുകൂട്ടി ഭാവിയിൽ ഇവിടെ ഒരു മുസ്ലിം വിമുക്ത ഭാരതമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുമല്ലോ എന്ന് എനിക്കറിയില്ല. Different angles. Don't forget to subscribe and support this channel.